बदन चुराए चुपके से आए मेरे ख्यालों के आंगन में कोई सपनों के दीप जलाए कहीं दूर जब दिन ढल जाए. മതി നിർത്ത. രാവിലെ തുടങ്ങിക്കോളൂ ഒരു പാട്ട്. പിന്നെ ഇത് കേട്ടോണ്ടിരുന്ന എന്റെ ശബ്ദം കേൾക്കണ്ടല്ലോ. ഒരേ പാട്ട് ഒരു 100 വട്ടം കേട്ടോണ്ടിരിക്കാൻ ഒരു മടുപ്പില്ല. ഞാൻ എന്തെങ്കിലും ഒന്ന് പറയാൻ തുടങ്ങിയാൽ അപ്പൊ തുടങ്ങിക്കോളൂ ഒരു എക്സ്ക്യൂസ്. എല്ലാ ദിവസവും ഓരോന്ന് ഞാൻ ഉണ്ടാക്കി വെക്കും. അവസാനം ഞാൻ ഉണ്ടാക്കുന്നതെല്ലാം കഴിക്കുന്നതേ ആ ബ്രിട്ടോയ. തന്നെ താനെ വേണേ ഉണ്ടാക്കി കഴിച്ചോ. ഇനി എന്റെ കയ്യിൽ നിന്ന് പച്ചവെള്ളം കിട്ടൂല. അല്ല, ഞാൻ ഈ പറയുന്ന പോലെ കേൾക്കുന്നുണ്ടോ? അണ്ടകടാഹം പോലൊരു വീടും പിന്നെ കുറെ മുറ്റും, ചക്ക മാങ്ങ തേങ്ങ ചേന കാച്ചിലും. ഇതൊന്നും പോരാഞ്ഞിട്ട് ആഫ്രിക്കയിൽ നിന്ന് കൊണ്ടുവന്നേക്കുന്നു കുറെ തയ്യും കുറെ ചപ്പും ചവറും. ഇതെല്ലാം കൂടെ നോക്കി നടത്താനേ എനിക്ക് 10 കൈയൊന്നുമില്ല. ആകെപ്പാടൊരു ദിവസത്തെ 24 മണിക്കൂറേ ഉള്ളൂ. അതിൽ 20 മണിക്കൂറും നിങ്ങൾക്ക് പണിയാം. ബാക്കി സമയമാണെങ്കിൽ ഉറക്കും. ഒരു ഞായറാഴ്ച പോലും വീട്ടിലില്ല. ഒറ്റയ്ക്കിരുന്ന് ഞാൻ മടുത്തു. അയ്യോ, അതും പോയി. ഓ, ഈ പുസ്തകത്തെ തുണിയെ തട്ടിയിട്ട് നടക്കണ്ട ഇവിടെ. എല്ലാം കൂടി എടുത്ത് ഞാൻ തീ എടുക്കണ്ടോ? ആർക്കിടെക്റ്റ് ആണ് പോലും. ബിൽഡിംഗ് ഡിസൈൻ ചെയ്തുകൊണ്ട് മാത്രം കാര്യമായോ? അത് ഉണ്ടാക്കി കഴിഞ്ഞിട്ടേ നല്ലോണം മെയിൻറ്റെയിൻ ചെയ്യാനും പഠിക്കണം. എല്ലാം അടുക്കി വെക്കാൻ ഞാനും തിരിച്ച് കുളമാക്കാൻ നിങ്ങളും. തുടങ്ങിയല്ല, എന്തേലും ഞാനൊന്ന് പറയാൻ തുടങ്ങിയ അപ്പം എടുത്തോളൂ ഒരു പേപ്പറും പേരെ. ജോലി ചെയ്യാന്ന് പറഞ്ഞ പിന്നെ ഞാനൊന്നും പറയൂലല്ലോ. എന്നെ കാണിക്കാൻ വേണ്ടിട്ടല്ലേ 24 മണിക്കൂർ വരയ്ക്കുന്നത്. വര കണ്ടാ തോന്നുന്നു ഇപ്പൊ താജ്മഹൽ അങ്ങോട്ട് പണിയാൻ പോവാന്ന്. അടിക്കേ, അവിടെ തന്നെ കിടന്ന് അടിച്ചോ, ഞാൻ എടുക്കൂല. അല്ലെങ്കിൽ തന്നെ അച്ഛന് പരാതിയാ. ഇനിയിപ്പോ ഫോണും കൂടെ എടുത്ത കേമമായി. എത്ര നാളായിന്നറിയോ അങ്ങോട്ടൊന്ന് പോയിട്ട്. ഇപ്പൊ തന്നെ അവിടെ അടുപ്പിച്ചടുപ്പിച്ച് 3 കല്യാണമാണ് വരുന്നത്. ഒരു നല്ല സാരി പോലും ഇല്ല എനിക്ക് കൊടുക്കാൻ. അതെങ്ങനെ കൂടെ വരാൻ പറഞ്ഞാ അപ്പൊ ആർക്ക് സമയമില്ല. എന്നാ ഞാൻ തന്നെ പോയി എടുത്താലോ? ഒരു 100 കുറ്റം കാണും പറയാൻ. ഒരേ സാരി ഇട്ടിട്ടത് പിഞ്ചി പോയി കണ്ടോ. കഴിഞ്ഞ കല്യാണത്തിന് പേരമ്മ എന്നോട് ചോദിക്കുവാ, അമ്മയ്ക്ക് ഈ ഒരൊറ്റ സാരി ഉള്ളൂന്ന്. ഷോ, നാണം കിട്ടുപോയി ഞാൻ, അറിയോ? ഈ വീട്ടിലെ ജോലി ഒഴിഞ്ഞിട്ട് ഈ ജന്മം എങ്ങോട്ടും പോകണ്ട. ഞാൻ ഇനി എങ്ങോട്ടും പോകുന്നില്ല. സമാധാനമായല്ലോ. എന്നോട് ഇനിയോട്ടൊന്നും പറയാനും നിൽക്കണ്ട. ഞാനായിട്ട് ഇനി ഒരൊറ്റ പറയൂ പരാതി നീ കൃഷ്ണേ, പറയൂ പരാതി നീ കൃഷ്ണേ, എന്നും പറഞ്ഞവ തന്നെയാണെങ്കിൽ എന്തെന്നും പുതിയതായി തോന്നും. അല്ലെങ്കിലെന്തുണ്ടധികാരങ്ങൾ ഉള്ളതൊരിത്തിരി ദുഃഖം, ഉള്ളതൊരിത്തിരി ദുഃഖം. മിഴികോർത്തു നിന്നു നീ പറയുന്ന മാത്ര ഞാൻ കേൾക്കുന്ന മാത്രകൾ അതിൽ മാത്രമാണു നാം.
നാം അന്യോന്യമുണ്ടെന്നതറിയുന്നതിനായി പറയൂ പറയൂ പരാതി നീ കൃഷ്ണേ പറയൂ പരാതി നീ കൃഷ്ണേ.